രാമായണം. ഭാരതീയ പുരാണങ്ങളിൽ അത്യുന്നതമായ ഒന്നാണ് രാമായണം. വാൽമീകി മഹർഷി ഈ പുരാണകഥ ആദ്യമായി സംസ്കൃതത്തിൽ എഴുതി. പിൽക്കാലത്ത് ഈ പുരാണം പല ഭാഷകളിൽ വിവർത്തനം ചെയ്യപ്പെട്ടു. ഇത് സൂര്യവംശ രാജാക്കന്മാരുടെ കഥയാണ്. കഥാനായകനോ ശ്രീരാമൻ. മഹാവിഷ്ണുവിന്റെ അവതാരമായ രാമൻ സ്നേഹവും സ്വഭാവഗുണവുമുള്ള ഒരു നല്ല മനുഷ്യനും രാജാവുമായിരുന്നു. ുകൊണ്ട് നിന്നടി തൊഴും കരുണിതാ തമിഴ് തൊടുക്കിന്റെ ബഹുവിദ്യതാ പുത്രമിത്രാട്ടക്കളത്രാദികൾ മരുന്നുതാൻ വന്നവരലാ കമ്പക്കടകരി കരുളിയ അരിയോട വിപുലിയ തൊഴുതെ പലകനി കരുവേൻ ഗോവിന്ദ ഗോവിന്ദ ഗോവിന്ദ. ബന്ധവിടത്തിൽ ഗണപതി വിഘ്നേശ്വരരെ സ്തോത്രം ചെയ്തുകൊള്ളതാ. മൂഷിക വാഹന ഗണപതി തമിഴോദിയ ഷൺമുഖനേ കണ്ടത്തെ മകൾ ഭംഗി കൈതൊഴുകിയ മരുഭൂമി മൂഷിക വാഹന മോദകഹസ്ത നായകപാദം നമസ്തേ. നമ്മെ രക്ഷിക്കപ്പെട്ടതാണ് നമ്മുടെ മാതാവാണ് ഭഗവതി. ശ്രീപാദം നമസ്കാരം. ശ്രീ മാരിയമ്മൻ ശ്രീപാദം നമസ്കാരം. ഇവിടെ എല്ലാ ദേവി ദേവന്മാർക്കും അനന്തം കോടി ശ്രീപാദം നമസ്കാരം. ഇനി നമുക്ക് ഹരിയോം നമ ഹരിയോം നമ എന്ന അക്ഷരത്തെ ഉപദേശം ചെയ്തു തരപ്പെട്ടതാണ് നമ്മുടെ ഗുരുവാന ചിഹ്നത്തെ
തമ്പിൻ പുലവർ ശ്രീപാദം നമസ്കാരം പുലവർ ശ്രീപാദം നമസ്കാരം പുലവർ ശ്രീപാദം നമസ്കാരം മൺമറഞ്ഞു പോയ എല്ലാ ഗുരുനാഥന്മാരുടെയും അനന്തം കോടി ശ്രീപാദം നമസ്കാരം നാമളം പോയി വിടുവോ അരികു ഗോവിന്ദ 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 നാരായണ നാരായണ. നമസ്കാരം നമസ്കാരം വിദൂഷകരെ. ദശമുഖനായ പുലസ്ത്യ കുലവംശജനായ ലങ്കാമന്നൻ രാവണന്റെ സജ്ജനോപദ്രവം ശോകാത്മകമായി കൊണ്ടിരിക്കുന്നത് കണ്ടില്ലേ വിദൂഷകരെ? ദുഷ്ടന്മാർ ചെയ്തു വരുന്ന സജ്ജനോപദ്രവം ഋഷീശ്വരന്മാർ നടത്തി വരുന്ന യാഗം ജപം തപം ഇതുകളെല്ലാം മുടക്കി വരുന്നു. അതുകൊണ്ട് ഭൂമിദേവി ദുഷ്ടന്മാരുടെ ഭൂഭാരം സഹിക്കാതെ ഗോരൂപമെടുത്ത് ഈ ലോകത്തിൽ സ്തനഹാദികളായ മഹിഷിമാരോടുകൂടി സങ്കടം അറിയിച്ചു കഴിഞ്ഞു. ഇന്ദ്രാദിദേവന്മാരെയും കൂട്ടി സത്യലോകത്ത് ബ്രഹ്മദേവന്മാരെ കണ്ട് സങ്കടം പറയുന്നു. ബ്രഹ്മാവ് സൃഷ്ടി തൊഴിൽ ചെയ്തു വരുന്ന എനിക്ക് രാവണ നിഗ്രഹം അസാധ്യമാണെന്ന് പറയുന്നത് കേട്ടില്ലേ? ബ്രഹ്മാദിദേവന്മാർ ചേർന്നുകൊണ്ട് കൈലാസത്തിലെത്തി സംഹാരമൂർത്തിയായ പരമേശ്വരനെ കണ്ട് സങ്കടം ഉണർത്തിക്കുകയാണ്. ഹേ ബ്രഹ്മാദിദേവന്മാരെ, ഭൂമിദേവി രാവണാദി രാക്ഷസന്മാർ എന്റെ ഭക്തന്മാരാണ്. ഭക്തന്മാരെ നിഗ്രഹിച്ചാൽ ഭക്താനുഗ്രഹ നിഗ്രഹ തൽപരൻ എന്ന അപകീർത്തി ഉണ്ടാകും. നമുക്ക് ശ്രീപാലാഴിയിൽ പോയി നാരായണ സ്വാമിയെ കാണാമെന്ന് പറഞ്ഞ് വൈകുണ്ഠ ലോകത്തിൽ നാരായണനെ സ്തുതിക്കുകയും ഇതാ കേൾക്കുന്നില്ലേ? നാരായണ ശരണം പരബ്രഹ്മസ്വരൂപാ ശരണം അഖിലാണ്ട കോടി ബ്രഹ്മാണ്ട നായക ശരണം അതിന് നാരായണ സ്വാമി എന്ത് പരിഹാരമാണ് കാണുവാൻ പോകുന്നത്? അദ്ദേഹം ശിവബ്രഹ്മാദി ദേവന്മാരെ നോക്കി പറയുന്നു, ഞാൻ ഭൂതം ഭാവി വർത്തമാനങ്ങളെ സുവ്യക്തമായി കാണുന്നു. നിങ്ങൾ ഭയപ്പെടേണ്ട. ഞാൻ അയോധ്യാപതിയായ ഇക്ഷാകു മുതൽ 101 രാജാക്കന്മാർ ഭരിച്ചു വരുന്ന രാജാവായ ദശരഥ മഹാരാജാവിന്റെ പുത്രനായി അവതരിക്കുവാൻ ഒരുങ്ങിയിരിക്കുന്നു. നിങ്ങൾ എന്റെ ആത്മാംശങ്ങൾ കൊണ്ട് ഭൂമിയിൽ ജനിക്കുവിൻ. നിങ്ങളുടെ സഹായത്തോടു കൂടി ദുഷ്ടന്മാരായ രാവണാദി രാക്ഷസന്മാരെ എല്ലാം സംഹരിച്ചുകൊണ്ട് ധർമ്മത്തെ നിലനിർത്താം. നിങ്ങൾ വിടവറ്റുകൊള്ളുവിൻ. അപ്പോൾ നമുക്ക് ഭഗവാന്റെ അവതാരത്തിനായി കാത്തിരിക്കാമല്ലേ? അതെ അതെ, മതി മതി, അതുമതി. സജ്ജനർക്ക് അതുമതി, അന്തണർക്ക് അതുമതി. ഭഗവാന്റെ കാരുണ്യത്താൽ അയോധ്യാപതി 60,000 സംവത്സരം പുത്രന്മാരില്ലാതെ പുത്രകാമേഷ്ടിയാഗം ചെയ്ത് സന്താനധന ഭാഗ്യവാനായി നാമകരണം കഴിഞ്ഞ് ആനയേറ്റം കുതിരയേറ്റം വിദ്യാഭ്യാസവും കഴിഞ്ഞപ്പോൾ വിശ്വാമിത്രൻ അയോധ്യയിലെത്തി. പുത്രന്മാരെ യാഗരക്ഷയ്ക്ക് കൂട്ടിക്കൊണ്ടുപോവുകയാണ്. യാഗരക്ഷ കഴിഞ്ഞു അവർ ജനകപുരിയിലെത്തി. അതാ നോക്കൂ, മിഥിലാ രാജ്യത്തിൽ കല്യാണത്തിന്റെ ആരവങ്ങൾ കേൾക്കുന്നില്ലേ? ഹേ ഭടന്മാരെ, ശിവദത്തമായ ത്രയംബകം എന്ന വില്ല് വേദിയിൽ കൊണ്ടുവന്ന് വയ്ക്കൂ. ഓം ഹരി 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 ഓം.
മംഗളം ശുഭം വിവാഹം മംഗളം ശുഭം വിവാഹം മംഗളം ശുഭം. രാമ രാമ രമാപതി രക്ഷിക്കും കരുണാനിധി കേമൻ വന്ദിനി മോത്രി രാമനെ യാടുത്തയാനിധി ധരണി മോത്രിയണന്നവ ശബരിയെ ചിലയുണ്ടവ പരമപദത്തിനയണന്നവ ഭക്തർ മനസ്സിൽ തിരുന്നവ ഉന്നി വിടുവേ വേഗതി இந்த உலகிருந்தோரை குமரி அன்னை கந்த சீதாபதி ஆருமற்றவர் கதிபதி ராம ராம ரமாபதி ரட்சிக்கும் கருணாநிதி கேமன் நந்தினி மோத்ரி ராமனே என்னையாளும் தயாநிதே என்னையாளும் தயாநிதே. പൂഴിയനു കണിയായി ആന്ധ്ര പൊരുത്തന്ന് പുലത്തിച്ചാകി അവിയകത്തുറകളാകി ഐന്തിണയാളാകി ചവിയുറ തെളിந்த തണ്ണൻ ഒഴുക്കവും തഴുവിച്ചാലോ കവിയന കിടந்த ഗോദാപുരിയനെ വരായ് സോദര ലക്ഷ്മണ. ശരണമേ ശരണം ശ്രീരാമചന്ദ്ര പ്രഭോ. ലക്ഷ്മണ നോക്കൂ, ഈ ഗോദാവരി നദി ഭൂമിക്ക് തന്നെ ഒരു അലങ്കാരമായി ശോഭിക്കുന്നത് കണ്ടില്ലേ? നമ്മൾ മാതൃപിതരാജ്ഞ പരിപാലനം ചെയ്യുന്നതിനു വേണ്ടി അയോധ്യ രാജ്യത്തിലിരുന്ന് പുറപ്പെട്ട് 14 സംവത്സരം മരവരിയുടുത്ത് വൽക്കലധരിത്ത് വാനപ്രസ്ഥാശ്രമത്തെ കൈക്കൊണ്ട് സരയൂ നദി ചിത്രകൂടം ദണ്ഡകാരണ്യം വഴിയായി പഞ്ചവടിയായ ഈ പുണ്യഭൂമിയിൽ എത്തിച്ചേർന്നിരിക്കുന്നു. ഈ പുണ്യഭൂമിയിൽ ഒരു പർണശാല നിർമ്മിക്കൂ ലക്ഷ്മണ. കൽപ്പന പോലെ ജ്യേഷ്ഠ. എങ്കും തിരിയുമുളമായിടം ഏനം കരടിയാളി ചിങ്കം തിരിവ തടയുടൻ ചെറുപട. വനത്തിൽ നോക്കുന്ന സമയത്ത് കാട്ടുമൃഗങ്ങളെയല്ലേ കാണുന്നത്? സീതാദേവിക്ക് ഭയം വരും. ഈ വനത്തിലെ കാട്ടുമൃഗങ്ങൾ ഓടിപ്പോകുവാൻ വില്ലു വളച്ച് വിൽധ്വനി കേൾപ്പിക്കാം. എടാ എടാ സ്മാപ്പൈ.
മൃഗങ്ങളെല്ലാം ഓടി ഒളിച്ച സമയത്ത് അതാ ആകാശത്തു നിന്നും ഒരു വാൾ വരുന്നു. ഈശ്വരാനുഗ്രഹം തന്നെ. ഈ വാൾ കൊണ്ട് ഈ കാണുന്ന വൃക്ഷത്തെ മുറിക്കാം. അയ്യോ, വൃക്ഷം മുറിച്ച സമയത്തിൽ അതിന്റെ വെട്ടേറ്റുകൊണ്ട് ഒരു ശരീരയല്ലവാ മരിച്ചു വീണത്. ഈ വൃക്ഷവും വേണ്ട, ഈ വനവും വേണ്ട. വേറൊരു വനത്തിൽ ചെന്ന് മരത്തെ ഒരു പാളാലേ ഗുണത്തെ പാത്ത് ആറിരു കാൽകൾ നാട്ടി അഴുതിയോ ഉത്തരങ്ങൾ ചാത്തി മാറില ശരയൊന്നും അതാ ദൂരെ ഒരു വനം കാണുന്നു. അതിൽ പർണശാലയ്ക്ക് അനുയോജ്യമായ വൃക്ഷവും കാണുന്നു. ഈ വൃക്ഷത്തെ മുറിക്കാം. നല്ല കാതലുള്ള വൃക്ഷം. 12 കാലുകൾ, ഉത്തരങ്ങൾ, കഴുക്കോൽ, പട്ടിക മുതലായവ എടുത്ത് പർണശാല നിർമ്മിക്കാൻ പോകാം. ഹായ് ഹേ ഹായ് ഹേ ഹായ് ഹേ. മുന്നിലൊരു കാൽ, തേരാ. പിന്നിലും ഒരു കാൽ, തേരാ. ഹേ ജ്യേഷ്ഠ, ഞാൻ നല്ല ഒരു വൃക്ഷത്തെ മുറിച്ച സമയത്തിൽ ഒരു ദുഷ്ടന്റെ ശരീരം 2 കഷ്ണമായി മുറിഞ്ഞു വീണു. അതിൽ വല്ല ആപത്ത് വിപത്ത് വരുമോ അറിയില്ല. വേറൊരു വൃക്ഷത്തെ മുറിച്ച് ശാസ്ത്രവിധി പ്രകാരം ഒരു പർണശാല നിർമ്മിച്ചു. ദേവിയോടുകൂടി നിങ്ങൾ ഇതിൽ വസിക്കുക. ഞാൻ പുറത്തു നിന്നും യാതൊരു വിപത്തും വരാതെ കാത്തുകൊള്ളാം. ഹേ സീതേ, ലക്ഷ്മണൻ നിർമ്മിച്ച പർണശാലയെ നോക്കൂ. മായം നീങ്ങിന ചിന്തனை മാമரை தூய பால்கடல் வைகுண்டம் சொல்லன ஆயக்கங்கையரும் புனலண்டவே ஏயெந்தி ചമൈതനശാലേ. അജ്ഞാനം നീങ്ങിയ മനസ്സോടുകൂടിയും മഹത്വമേറിയ വേദങ്ങളെയും പരിശുദ്ധമായ പാൽക്കടൽ പോലെയും ആകാശഗംഗയെയും എല്ലാം ഇതിന് ഉപമയായി പറയാവുന്നതാണ്. ഈ ശുഭമുഹൂർത്തത്തിൽ ഇതിൽ നമുക്ക് അധിവാസം ചെയ്യാം. ജാനകി, അങ്ങയുടെ ഇഷ്ടം പോലെ സ്വാമിൻ. ശരണം കണവാ. നോക്കൂ, മാറ്റുകൂടിയ തങ്കത്തേക്കാൾ ദേഹകാന്തിയോടുകൂടി ഒരു മാൻ കളിക്കുന്നത് കണ്ടില്ലേ? ഈ മാനിനെ വളർത്തുവാനായി പിടിച്ചു തരണമേ സ്വാമിൻ. ഹേ ലക്ഷ്മണ, ഈ മാനിനെ നോക്കൂ. ഈ മാനിന് സമാനമായി ബ്രഹ്മസൃഷ്ടിയിലുള്ള ഒന്നിനെയും ഉപമിച്ച് പറയുവാൻ കഴിയുന്നില്ലല്ലോ. സീത ഈ മാനിനെ കണ്ട് മോഹിച്ച് പിടിച്ചു തരണമെന്ന് പറയുന്നു. ഇത് യാഥാർത്ഥ്യമായ മാനാണോ എന്ന് നോക്കി പറയൂ ലക്ഷ്മണ. കൽപ്പന പോലെ ജ്യേഷ്ഠ. ഞാൻ നോക്കുമ്പോൾ ഇത് യാഥാർത്ഥ്യമായ മൃഗമല്ല. മാനിനെ അയച്ച് പിറകിൽ ചില രാക്ഷസന്മാർ നിൽക്കുന്നു. യാഥാർത്ഥ്യം ജ്യേഷ്ഠനെ ബോധിപ്പിക്കാം. ഹേ ജ്യേഷ്ഠ, വിശ്വാമിത്ര മഹർഷിയുടെ യാഗം മുടക്കുവാൻ വന്ന് മാരീചിലാണ് മാൻവേഷത്തിൽ വന്നിരിക്കുന്നത്. ഈ മാൻവേട്ട നമുക്ക് ഉപേക്ഷിക്കാം ജ്യേഷ്ഠ. സീതയുടെ അഭിഷ്ടം സാധിക്കുന്നതിനായി ഞാൻ ഈ മാനിനെ പിടിക്കുവാൻ പോകുന്നു. ഞാൻ മടങ്ങി വരുന്നതുവരെ സീതയെയും പർണശാലയെയും കാത്തുകൊള്ളുക. ഈ മാനിനെ ഒന്ന് പിടിച്ചു നോക്കട്ടെ. മാനിനെ പിടിക്കാൻ കിട്ടുന്നില്ല. ഹേ കനകമൃഗമേ, ஓராதே நீ எங்கும் வந்தாய் உன்னை விரும்பி நான் வந்தேன். ஸ்ரீரா கமல ஸ்ரீதேவி சென்று பிடித்து தாவென்றார். வாரா வாரா மானே நீ மறுப
പൂങ്കുഴലി പതക്കിന്ത താരാസുരൂനാകി ദശയായി നിன்று തടമായും. മാനിന്റെ കണ്ണുപോലെ നിഷ്ഠയുള്ള എന്റെ ധർമ്മപത്നിയായ സീതയുടെ ആവശ്യാർത്ഥം ഞങ്ങളുടെ അടുത്ത് വരുന്നതായ നിനക്ക് പാൽ, പഴം മുതലായ മധുര പദാർത്ഥങ്ങളെ തന്നെ രക്ഷിക്കുന്നതാണ്. മാനിനെ പിടികിട്ടുന്നില്ല. ലക്ഷ്മണൻ പറഞ്ഞത് ശരിയാണ്. ഈ മാനിനെ പിടിക്കാൻ സാധിക്കുന്നില്ല. ഈ മാൻ വേണ്ടാം വേണ്ടാം എന്ന് പറയുമ്പോഴും മാൻ മുന്നിലൂടെ ഓടി ഓടി ഓടിയല്ലവാ കളിക്കുന്നത്. അമ്പട മാനെ ഒന്നുകൂടി പിടിച്ചു നോക്കാം. മാനിനെ പിടികിട്ടുന്നില്ല. ഈ കുഴിയിൽ ചാടിയാൽ അതാ കുന്നിൽ പോകുന്നു, കുന്നിൽ പോയാലോ അതാ കുഴിയിൽ ചാടുന്നു. മാനിനെ അസ്ത്രം വയച്ച് നിഗ്രഹിക്കുന്നില്ല. എടാ എടാ സ്മാപ്പൈ. അയ്യോ അയ്യോ സീതേ, ഹായ് ലക്ഷ്മണ. മാണിൻ പിറകെ എൻ വിധിയാത്തേ അരക്കമായത്താൽ കാനിലെന്നെ കൊല്ലുകിറായി എന്തിയടക്കുവനേ. തേങ്ങുറിയായി ജനകനരുൾ സീതേ നീയും എഴുന്തനയോ കാനിലെന്നെ കൊല്ലുന്നേ വന്ന് എന്നെ മാനിനെ പിടിക്കുവാൻ വന്ന ഞാൻ വിധിവശം നിമിത്തം രാക്ഷസന്മാരുടെ മഹാമായത്തിൽ അകപ്പെട്ടുകൊണ്ട് എന്നെ അവർ കൊല്ലുന്നതിന് മുന്നേ നീയെ വന്നുകൊണ്ട് രക്ഷിക്കണേ ലക്ഷ്മണ. അയ്യോ അയ്യോ ആരായി സീതേ. ലക്ഷ്മണൻ പറഞ്ഞത് യാഥാർത്ഥ്യമാണ്. മാരീതനല്ലേ മരിച്ചു വീണത്. ഈ രാക്ഷസൻ ഇപ്പോൾ വിളിച്ചു പറഞ്ഞത് സീത കേട്ടാലും ലക്ഷ്മണൻ കേൾക്കാതിരിക്കട്ടെ. കുറച്ചു നേരം ഈ വൃക്ഷത്തിന്റെ ചുവട്ടിൽ ഇരുന്ന് ക്ഷീണം തീർക്കാം. കുറ്റം വീണ്ട ഹേ ലക്ഷ്മണ, ജ്യേഷ്ഠന്റെ ദീനവിലാപം കേട്ട് യാതൊരു ഭയവുമില്ലാതെ നിൽക്കുന്നു ഇവിടെ. അതിവേഗം ജ്യേഷ്ഠനെ അന്വേഷിച്ചു പോകൂ. ദേവി, അവിടുന്ന് അവിവേകമായി സംസാരിക്കുന്നത് കഷ്ടമാണ്. ഞാൻ പർണശാലയ്ക്ക് ചുറ്റും 3 രേഖ വരയ്ക്കാം. ഒരു കാരണവശാലും ഈ രേഖകൾ മുറിച്ചു വരുന്നത് വലിയ ആപത്തായിരിക്കും. എന്തു വന്നാലും ജഡായുദേവർ കാത്തുകൊള്ളട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ ജ്യേഷ്ഠനെ അന്വേഷിച്ചു പോകാം. ശ്രീമൻ നാരായണ ശരണം. പരബ്രഹ്മസ്വരൂപ ശരണം. അഖിലാണ്ട കോടി ബ്രഹ്മാണ്ട നായക ശരണം. ഈ വനത്തിലും ജ്യേഷ്ഠനെ കാണുന്നില്ല. വേറൊരു വനത്തിൽ പോയി നോക്കാം. മാരീചമാമൻ രാമനെയും ലക്ഷ്മണനെയും പർണശാലയിൽ നിന്ന് അകറ്റിയല്ലോ. രാവണനായ ഞാൻ സന്യാസി വേഷത്തിൽ സീതയുടെ സമീപത്തിൽ പോകാം. ഭിക്ഷാം ദേഹി ഭിക്ഷാം ദേഹി. ഹരി ഓം ഹരി. അച്യുതം കേശവം നാരായണം ഭജേ. കൃഷ്ണദാമോദരം വാസുദേവം ഭജേ. ശ്രീധരം മാധവം ഗോപികാവല്ലഭൻ വിഷ്ണുനാരായണം രാമചന്ദ്രൻ
അച്യുതം കേശവം നാരായണം ഭജേ കൃഷ്ണദാമോദരം വാസുദേവം ഭജേ ഹര ഹര ശിവ ശിവ മാദേവ ശംഭോ തിങ്കളയാൾക്കുള്ള ശിവ ശിവ ഗജമുഖ ഗണനാഥ ശംഭോ ശിവഗുണവന്ദിത ഗുണനീത അമ്പലത്തരശേ അരുമരുന്തേ ശംഭോ ആനന്ദത്തേനേ കരുട്ടിരുന്തേ പൊതുനടത്തരശേ പുണ്യനേ ശംഭോ കുലവരെല്ലാം പുകൾ കണ്ണിയനേ ഹര ഹര ശിവ ശിവ മാദേവ ശംഭോ തിങ്കളയാൾക്കുള്ള ഹര ഹര ശിവ ശിവ മാദേവ ശംഭോ തിങ്കളയാൾക്കുള്ള ഹര ഹര ശിവ ശിവ മാദേവ ശംഭോ തിങ്കളയാൾക്കുള്ള ഭിക്ഷാം ദേഹി. അവിടുന്ന് ആരാണ്? ഹേ കുമാരി, ഞാൻ ആരാണെന്ന് പറയാം. അസത്യം പറയുന്ന മുനിയല്ല ഞാൻ. ഈ പ്രപഞ്ചമെല്ലാം അസത്യമാണ്. സത്യം ഏതെന്ന സച്ചിദാനന്ദമായ ആത്മസ്വരൂപമാണ്. അധിക കാലമായി സമാധിയിലേയിരുന്ന് ഉണർന്നപ്പോൾ എനിക്ക് വിശപ്പ് സഹിക്കുന്നില്ല. അല്പം അന്നം ഭിക്ഷ. ഇന്ന് ശ്രദ്ധിക്കപ്പെട്ട വളകൾ അണിഞ്ഞ കൈകൾ കൊണ്ട് ഒരു കബളം അന്നം തരണമേ കുമാരി. എന്റെ ഭർത്താവും അനുജനും വന്നാൽ വല്ല കായോ കനിയോ അങ്ങേക്ക് നൽകാം മുനിയെ. ഈ ഘോരമായ വനത്തിൽ സഹായത്തിന് ആരുമില്ലാതെ നീ തനിയെ ഇരിക്കാൻ കാരണമെന്താണ്? നിന്റെ പേരെന്താകുന്നു? അച്ഛനാരെ? നായകൻ ആരാണ് കുമാരി? കേട്ടാലും മുനീശ്വര, സന്മാർഗശാലികളായ നിങ്ങളെ പോലുള്ള മഹാത്മാക്കളാണ്. ദൈവം എന്ന് മനസ്സിൽ വിചാരിക്കുന്ന ഒരാളായ ജനകരാജാവാണ് എന്റെ പിതാവ്. എന്റെ പേര് ജാനകി. എന്റെ നായകൻ കാകുത്സവംശോത്ഭവൻ എന്നറിഞ്ഞുകൊള്ളുക. കുലസ്ത്രീകൾ നായകന്റെ പേര് പറയുന്നത് ശരിയല്ലല്ലോ. ത്രികാലജ്ഞാനിയായ ഞാൻ എല്ലാം അറിഞ്ഞിരിക്കുന്നു. നിന്റെ നായകൻ വരുന്നത് വരെ രാജാവിന്റെ ചരിത്രം ഞാൻ പറയാം. ഇന്ദ്രനേക്കാൾ ഭാഗ്യവാൻ, സുന്ദരൻ, ബ്രഹ്മകുലത്തിൽ ജനിച്ചവനുമായ ശ്രീ പരമശിവന്റെ വാസസ്ഥലമായ കൈലാസ പർവ്വതത്തെ എടുത്ത് അമ്മാനമാടിയവൻ, അഷ്ടഗജങ്ങളെ ജയിച്ചവൻ, പരമശിവന് സമ്മാനിച്ച ചന്ദ്രകാസം എന്ന വാൾ ധരിച്ചവൻ. ഈ ഗുണങ്ങളുള്ള അദ്ദേഹം തനിക്ക് യോജിച്ച ഒരു പെണ്ണിനെ കിട്ടുവാൻ ആശിച്ചിരിക്കുകയാണ്. 10 തലകളിലും നവരത്നങ്ങളായ കിരീടങ്ങളെ ധരിച്ചവനും 20 തോളുകളുമുള്ള അവനെ കണ്ടാൽ ഏത് സ്ത്രീയും മയങ്ങിപ്പോകും. രാവണൻ എന്ന ആ രാജാവ് വസിക്കുന്ന ലങ്കയിൽ നിന്നാണ് ഞാൻ വരുന്നത്. നിന്നെ കാണുന്ന സമയത്തിൽ രാവണനെ യോജിച്ച ഒരു സ്ത്രീയാവും. മുനിയെ, ആ ദുഷ്ടന്മാരെ കൊല്ലാനാണ് എന്റെ പ്രാണനായകൻ ഇവിടെ വന്നിട്ടുള്ളത്. അങ്ങയെ കാണുമ്പോൾ ദുഷ്ടസംസർഗം കാണുന്നു. അങ്ങ് ഇവിടുന്ന് പോയാലും മുനിയെ. എടീ സീതേ, ദേവന്മാരെ പോലും അനുസരിപ്പിക്കുന്ന രാവണനായ എന്റെ പരാക്രമം നീ ഒരു പെണ്ണായത് കൊണ്ട് വൃഥാ വിടുന്നു. ഇല്ലെങ്കിൽ ഞാൻ നിന്നെ ഭക്ഷിക്കുമായിരുന്നു. നിന്നെ എടുത്തുകൊണ്ടുപോകാൻ ഉദ്യമിക്കട്ടെ. പതിവ്രതാഗ്നി സീത, പതിവ്രത പിൻഭാഗത്ത് പോകട്ടെ. അവിടെയും പതിവ്രതാഗ്നി. ചന്ദ്രകാസം എന്ന വാളായത്തെ എടുത്ത് 1 യോജന ഭൂമിയോടുകൂടി കുത്തിപ്പൊടക്കി എടുത്തുകൊണ്ട് പോകാം. അയ്യോ അയ്യോ, പക്ഷിശ്രേഷ്ഠനെ, ജടായുദേവരെ, നീ വന്ന് എന്നെ രക്ഷിക്കണമേ. അഴുതിട്ടലറിയലൻ വந்தேன் അഞ്ചലൻ പാരൊരുവരില്ലേ കഴുകുക്കലിൻ മാമാ കാകുസ്തൻ പെരുന്തേവി ഒഴുകത്തേർമേൽ പോരിന്റെ ഉയർവാളരക്കൻ കൈപെട്ടേൻ മഴുക്കിലിയ വായളകാ വന്നേൻ
കിളയോടു നിൻ വാഴ്വയിൽ ചുട്ടായിതു എന്ന തുടങ്ങിനൽ പട്ടായനവേ കൊടുപത്തിനി വിട്ടേ കുതിയാൽ വിരുന്നിയാൻ. ഹേ രാവണ, ദുഷ്ട, മഹാഭാവി, നീ അധർമ്മത്തിന് ഒരുങ്ങിയല്ലോ. സീതാദേവിയെ വിട്ടുപോയാൽ നിനക്ക് ജീവനോടെ പോകാം. ജടായു പടർന്നു മേരു കിരിയന പറന്നു വന്ന പറവയിൽ തുടർന്നുയർന്ന് പുറുവയാകിൽ തൂയവാനിലേറ്റുവേ. അടർന്നു യാനുனை പിടിപ്പടയ്ക്കുതയ്ത്തു മണ്ണിൽ ഇടംതെതിർന്ന് പോതി ഞാൻ ഇലങ്കை വേണ്ട നല്ലനേ. മൂട, ശവന്തീനി, തന്തക്കഴുവ്, മഹാമേരു പർവ്വതം പറന്നു വരുന്ന പോലെ നീ എവിടെ നിന്നാണ് വന്നത്? നിന്നെ ഞാൻ സ്വർഗത്തിലേക്ക് അയക്കും. നിന്റെ കാലും തലയും കൂട്ടിപ്പിടിച്ച് ഭൂമിയിൽ കടിച്ച് നിഗ്രഹിക്കും. എടയോ പക്ഷി. എടാ രാവണ, ദുഷ്ട, നിന്റെ കിരീടാദി ആഭരണങ്ങളും രഥവും എല്ലാം ഞാൻ കൊത്തി കൊത്തി നശിപ്പിക്കുന്നു. ജടായു, ഇനി നമുക്ക് ജീവന്റെ മർമ്മം പറഞ്ഞ് യുദ്ധം ചെയ്യാം. എന്റെ മർമ്മസ്ഥാനം ഇടതുകാലിന്റെ പെരുവിരലിലാണ്. എടാ രാവണ, എന്റെ ജീവൻ വലതു ചിറകിലാണ്. ഞാനിതാ നിന്റെ ഇടതുകാൽ പെരുവിരലിൽ കൊത്തുന്നു. ചന്ദ്രകാസത്താൻ ഞാൻ നിന്റെ വലതു ചിറക് വെട്ടുന്നു. അയ്യോ, ജടായുദേവനല്ലേ ചെറുകുടിഞ്ഞു കിടക്കുന്നത്? എന്റെ പ്രാണനായകനെ കാണുന്നതുവരേക്കും മരണമുണ്ടാകരുത് എന്ന് ഞാനിത് ആഗ്രഹിക്കുന്നു. ഇവളെ ഇനി ആകാശമാർഗമായി അതിവേഗം കൊണ്ടുപോകാം. ചില ശരീരികളെ ഭൂമിയിൽ കാണുന്നല്ലോ. എന്റെ ആഭരണങ്ങളെ ഒരു പൊതിയിൽ താഴെ നിക്ഷേപിച്ചു കൊള്ളാം. തേരാ ഗംഗാരാജ്യം എത്തിച്ചേർന്നു. സീതയെ അശോകവൃക്ഷത്തിന്റെ ചുവട്ടിൽ വെക്കാം. എടാ ദൂതന്മാരെ, ഇനി എല്ലാവരും എന്നെ സീതാവല്ലഭ എന്ന് വിളിച്ചു വണങ്ങണം. ദേവസ്ത്രീകളെ, നിങ്ങൾ നല്ല നാട്ടിൽ നടത്തിയാലും. ത്രൈലോക്യപുരന്ദര ശരണം കൈലാസോദ്ധാരക ശരണം അഷ്ടഗജയുദ്ധപ്രിയ ശരണം സാമവേദ സാധക ശരണം ദശഗ്രീവ ശരണം മണ്ഡോദരി ശയനം പുരിവല്ലഭനായക ശരണം ലങ്കാവല്ലഭ നായക ശരണം ലങ്കാവല്ലഭ നായക ശരണം ശരണം. ജയ ജയ രാവണ ലങ്കാപതി, ജയ ജയ നർത്ത ജനാധിപതി, ജയ ജയ കൈകസി വന്ദന സുന്ദര, ജയ ജയ പുലസ്ത്യ പുത്ര വിഭോ. ജയ ജയ രാവണ ലങ്കാപതി, ജയ ജയ നർത്ത ജനാധിപതി, ജയ ജയ കൈകസി നന്ദന സുന്ദര, ജയ ജയ പുലസ്ത്യ പുത്ര വിഭോ. ജയ ജയ പുലസ്ത്യ പുത്ര വിഭോ, ജയ ജയ പുലസ്ത്യ പുത്ര വിഭോ. ഇത് എന്ത് നാട്യം! ഇതിനേക്കാൾ നല്ല നാട്യം എനിക്കറിയാം. ഇവർക്ക് കല്യാണി, കൂടി, ഭൈരവി തുടങ്ങിയ നാട്യമല്ലേ അറിയൂ. എനിക്കങ്ങനെയല്ല, വേറെ അനേകം നാട്യം അറിയാം. അത് എന്ത് നാട്യമാണ്? കേട്ടാലൂട് നാട്യം. പാട്ട് കേട്ടപ്പോഴെല്ലാം ഓടിപ്പോകും. വിദൂഷക, അത്
വേണ്ട. ഈ കഥ കേൾക്കാൻ കുറച്ച് പേരേ ഉള്ളൂ. അവരെ നീ ഓടിക്കണ്ട. എന്നാൽ മനപ്പുരട്ടിനാകുന്നുണ്ട്. പാട്ട് കേട്ട പേരെല്ലാം മനപ്പുരട്ടി ശബ്ദിക്കും. വിദൂഷക, അത് തീരെ വേണ്ട. ഇവിടെ എല്ലാം അശുദ്ധിയാകും. എന്നാൽ കൈത കാമൂടിനാകുന്നുണ്ട്. അതെന്ത് രാഗം? കൈത കരയുന്ന പോലെ കരയും. ഹേ വിദൂഷക, അതൊന്നും വേണ്ടേ വേണ്ട. എന്നാൽ ഒരു നാടൻ പാട്ട് വേണം. അത് മതി, അത് മതി. തിത്തിത്താരാ തൈതൈതാ തിരുതിത്താരാ തൈതൈതാ തിത്തിത്താരാ തൈതൈതാ തിരുതിത്താരാ തൈതൈതാ തിത്തിത്താരാ തൈതൈതാ തിരുതിത്താരാ തൈതൈതാ തിത്തിത്താരാ തൈതൈതാ തിരുതിത്താരാ തൈതൈതാ സഖി കൊക്കി കുഞ്ഞമ്മേ നിന്റെ പച്ചരക്കുപ്പിൽ കള്ളുണ്ടോ എനിക്ക് തന്നള കുഞ്ഞമ്മേ ഒരു പുറം തെളിക്കള്ള കുളിക്കും പെണ്ണേ തിത്തിത്താരാ തൈതൈതാ തിരുതിത്താരാ തൈതൈതാ തിത്തിത്താരാ തൈതൈതാ തിരുതിത്താരാ തൈതൈതാ പിള്ളക്ക് കല്യാണം മണി കെട്ടിയാടുമ്പോ ഉലക്കെ കൊണ്ടമ കാതം കുത്തി ഉലന് കൊണ്ടമ തോളയും ഉലക്കെ കൊണ്ടമ കാതം കുത്തി ഉലന് കൊണ്ടമ തോളയും തിത്തിത്താരാ തൈതൈതാ തിരുതിത്താരാ തൈതൈതാ തിത്തിത്താരാ തൈതൈതാ തിരുതിത്താരാ തൈതൈതാ ആശപ്പെട്ടു വളർത്തിയ കാത് ആരടി മകളെ കാതറുത്ത് ആശപ്പെട്ടു വളർത്തിയ കാത് ആരടി മകളെ കാതറുത്ത് തിത്തിത്താരാ തിത്തൈതാ തിരുതിത്താരാ തിത്തൈതാ തിത്തിത്താരാ തിത്തൈതാ തിരുതിത്താരാ തിത്തൈതാ തിത്തിത്താരാ തിത്തൈതാ തിരുതിത്താരാ തിത്തൈതാ തിത്തിത്താരാ തിത്തൈതാ തിത്തിത്താരാ തിത്തൈതാ തിത്തിത്താരാ തിത്തൈതാ തിരുതിത്താരാ തിത്തൈതാ തിത്തിത്താരാ തിത്തൈതാ തിരുതിത്താരാ തിത്തൈതാ. ബേഷ് ബേഷ്. ദേവസ്ത്രീകളെ, ഇതാ സമ്മാനങ്ങൾ വാങ്ങിക്കൊള്ളുവിൻ. വിദൂഷക, നിനക്കും ഇതാ സമ്മാനം. അടുത്ത രംഗം ബാലി സുഗ്രീവ യുദ്ധം. ഹേ സുഗ്രീവ, ബാലിയോടുകൂടി യുദ്ധം നടത്തുക. യുദ്ധമധ്യത്തിൽ ഞാൻ ബാലിയെ വധിച്ച് നിനക്ക് രാജ്യത്തെയും ഭാര്യയായ രുമയെയും തരുന്നതാണ്. നിന്നെ ഞാനിതാ അനുഗ്രഹിക്കുന്നു. യുദ്ധം ചെയ്ത് ജയിച്ചു വരുവായി സുഗ്രീവ. കിഷ്കിന്ധ രാജ്യത്തിന്റെ ഗോപുരമല്ലേ ഈ കാണുന്നത്? ആദ്യമേ ജ്യേഷ്ഠനായിരുന്ന ബാലിയെ നമസ്കരിക്കാം. ശരണമേ ശരണം ബാലീശ്വരേ. അഗ്രജാബാലികേളായി അടിവണങ്ങെന്നയോട്ടി വിക്രമത്തുടനെ എന്ത് ഉടുമയോടി രണ്ടും പറ്റി സക്രമായി കൊള്ളുമുന്നേ യമപുരത്ത് അനുപവേണ്ടി ശുദ്ധജീവൻ വന്നേ വന്നേൻ തുടങ്ങിയിടായേ. എടാ ബാലി, എന്നെ രാജ്യത്ത് നിന്ന് ആട്ടിത്തുരത്തി എന്റെ ഭാര്യയായ രൂപയെയും അപഹരിച്ച് അക്രമവൃത്തികൾ ചെയ്തു വന്ന നിന്നെ യമപുരിയിലേക്ക് അയക്കാൻ ഇതാ സുഗ്രീവൻ വന്നിരിക്കുന്നു. ധൈര്യമുണ്ടെങ്കിൽ പോരിന് വാടാ ബാലിയേ. ഇതാ വരുകുരേൻ വരുകുരേൻ സുഗ്രീവ. ശരണമേ ശരണം സ്വാമി. സുഗ്രീവൻ ചില സഹായികളുടെ ബലം സമ്പാദിച്ചാണ് ഇപ്പോൾ യുദ്ധത്തിന് വന്നിരിക്കുന്നത്. നിങ്ങൾ യുദ്ധത്തിന് പോകരുതേ സ്വാമി. താരെ, നീ എന്നെ തടുക്ക വേണ്ട. അവന്റെ പ്രാണനെ നശിപ്പിച്ച് വേഗം ഞാൻ വരാം. സമാധാന ചിത്തയായിരിക്കൂ താരേ. എടാ ബാലി, യുദ്ധത്തിന് വാടാ ബാലി, ഇല്ലെങ്കിൽ കിഷ്കിന്ധ വിട്ട് ഓടിപ്പോടാ ബാലി. എടാ സുഗ്രീവ, നമ്മൾ പുരംവംശജരാണ്. ആദ്യം പല്ലുകൾ കൊണ്ട് കടിച്ച് യുദ്ധം ചെയ്യാം. എടാ ബാലി, നിന്റെ നനച്ച രോമങ്ങളെല്ലാം എന്റെ വായിൽപ്പെട്ടു. ബാലി, ഇനി അങ്ങനെ
ചെയ്യാം. ഇനി അങ്ങനെയല്ല, 2 വർഷങ്ങളെ വേരോടുകൂടി പുഴയ്ക്ക് എടുത്ത് യുദ്ധം ചെയ്യാം. തിന്തോ തിമൃതോ തിന്തോ തിമൃതോ തിന്തോ തിമൃതോ തിന്തോ തിമൃതോ തിന്തോ തിമൃതോ തിന്തോ തിമൃതോ. എടാ ബാലി, ഇനി അങ്ങനെയല്ല, വേറെ യുദ്ധമുറിയുണ്ട്. 2 മതിയാനകൾ തമ്മിൽ എങ്ങനെ കൂട്ടിമുട്ടുമോ അതുപോലെ യുദ്ധം ചെയ്യാം. തിത്ത തിന്ത തിത്ത തിന്ത തിത്ത തിന്ത തിത്ത തിന്ത തിത്ത തിന്ത തിത്ത തിന്ത തിത്ത തിന്ത. ഇനി അങ്ങനെയല്ല, ശിരസിനാൽ മുട്ട വേണം, നെഞ്ചിനാൽ ഇരിക്കണം, പാദത്തിനാൽ ചവിട്ടണം, നഖത്തിനാൽ മാന്തണം, നേരത്തിനാൽ കുത്തണം, അങ്ങനെ സകലവിധമായ യുദ്ധവും ചെയ്യാം. തിത്ത തിന്ത താകിട തീ തീ തിന്ത തൈ. നീയല്ലേ എന്നെ ആദ്യം യുദ്ധത്തിന് വിളിച്ചത്? ഞാനിതാ എന്റെ വാലിൽ നിന്ന് വലിഞ്ഞു കെട്ടുന്നു. സുഗ്രീവ, നിനക്ക് കിഷ്കിന്ധ വേണോ? വേണ്ടോ നിന്റെ 10 രൂപ വേണോ? നീ എന്നതായ ഇളയാങ്കുണ്ട് എന്ന് പറയുന്ന പർവ്വതത്തിൽ ഓടുമോ നീ? ഓടിപ്പോകുമോ? ബാലി, ഇനി ഞാൻ എന്റെ വാലിൽ നിന്നെ വലിഞ്ഞു കെട്ടും. ബാലി, നീ കിഷ്കിന്ധ വേണോ? വേണ്ട. ആര വേണമോ? രൂപ വേണമോ? അതും വേണ്ട. വേണമോ? ഇപ്പടി മുറുക്ക വേണ്ട. സുഗ്രീവ, ഇനി ഞാൻ നിന്റെ പാദം കൂട്ടിപ്പിടിച്ച് ഭൂമിയിൽ കടിച്ച് കൊല്ലുവാൻ പോകുന്നു. ശ്രീരാം സ്വാമി, ബാലി ഇതാ സുഗ്രീവനെ ഭൂമിയിൽ കടിച്ച് നിഗ്രഹിക്കാൻ പോകുന്നു. അതിവേഗം ബാലിയെ വധം ചെയ്യവേണമേ സ്വാമി. ഹേ മാരുതേ, നീ പിൻപറ്റിക്കൊള്ളുക. ഞാൻ ഈ വൃക്ഷത്തിന്റെ മറവിൽ നിന്ന് ബാലിയുടെ മാറിലേക്ക് ഇതാ അസ്ത്രമയക്കാം. എടാ എടാ സ്മപ്പേ. അയ്യോ ആരാ ഈ മനസ്സ്? നിമിതാം കോലോ നിരകണ്ഠേരും ചൂലമോ അമിതാം കോലോ അന്തനിൽ കുന്തൊരു വരിലോ നമയിന്ദീരൻ വജ്രീര പടൈക്കോലോ ഉമനും തുണയാകുമോ യാരന പൂകൽവേ. ഞാനും എൻ സഹോദരനും തമ്മിൽ യുദ്ധം ചെയ്യുന്നതായ സമയത്ത് ഒരു ആയുധമല്ലയോ മാറിൽ തുളച്ചിരിക്കുന്നത്? ഈ ആയുധം നാരായണസ്വാമിയുടെ ചക്രായുധമാണോ മനസ്സിൽ? പരമശിവന്റെ ശൂലായുധമാണോ മനസ്സിൽ? സുബ്രഹ്മണ്യ സ്വാമിയുടെ വേലായുധം താനോ മനസ്സിൽ? ദേവേന്ദ്രന്റെ വജ്രായുധം താനോ മനസ്സിൽ? അതൊന്നുമല്ല. കൺതുറന്ന് നോക്കുന്ന സമയത്ത് ഇതൊരു ആയുധമല്ല, ഒരു അസ്ത്രമാണ്. രാമ എന്നല്ലേ എഴുതിയിരിക്കുന്നത്. ഈ അസ്ത്രം അയച്ച രാമൻ എവിടെയെന്ന് നോക്കിക്കൊള്ളാം. ഇതാ നിൽക്കുന്നു രാമൻ. രാമ ഹേ രാഘവ, നിരായുധനായ എന്റെ മാർബിൾ നീ അസ്ത്രം തുറക്കാൻ കാരണം എന്താണ്? ഹേ ബാലി കേൾക്കൂ. പെരിയ തോർപ്പിഴകൾ ചെയ്ത് വെറും പൂയ വാലി കേളാ. സുഗ്രീവൻ എന്നിടം അഭയം പ്രാപിച്ചു. നീ അവന്റെ പത്നി രുമയെയും രാജ്യത്തെയും ഭാഗ്യത്തെയും അപഹരിച്ചത് വലുതായ തെറ്റാണ്. വലുതായ കുറ്റങ്ങൾ ചെയ്ത ഹേ ബാലി,
നീയും സുഗ്രീവനും ചേർന്ന് സുഖമായി വസിക്കുകയാണെങ്കിൽ നിനക്ക് ഞാൻ ജീവനെ തിരികെ നൽകാം. ഹേ രാമ രാഘവ, ബാലി ബാലി എന്ന പ്രസിദ്ധിയോടെ ഇതുകാലം വരെയും ഞാൻ ജീവിച്ചു. നിന്റെ അസ്ത്രം പെട്ടുകൊണ്ട് വടുവേറ്റുകൊണ്ട് വടുവാലി വടുവാലി എന്ന് അറിയപ്പെടുവാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ലവേ ഇല്ല. അതിവേഗം എനിക്ക് അസ്ത്രത്തെ പറിച്ച മോട്ടം തന്നാലും രാമ. ശ്രീരാമ രാമ 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 ശ്രീരാമ രാമ 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 രാമ. ഹേ സുഗ്രീവ, നീ രാജാവായും അംഗദൻ യുവരാജാവായും കിഷ്കിന്ധയിൽ വസിക്കുക. കാലം പോയി. ഹേ ഹനുമാൻ, ഈ സാഗരം കടന്ന് അതിവേഗം ജാനകിയെ അന്വേഷിച്ചു വരൂ. ഇതാ എന്റെ കണയാടിയെ തന്നുകൊള്ളുന്നു. അങ്ങനെ ആവട്ടെ സ്വാമി രാമചന്ദ്ര പ്രഭു. പുറത്തു വരാം. അയ്യോ 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 രാമേശ്വര! ഹേ മാരുതി, ഈ ചൂടാരത്നത്തെ തന്നുകൊള്ളാം. സ്വാമിയുടെ കയ്യിൽ കൊടുത്തുകൊള്ളുക. അങ്ങനെ ആവട്ടെ ദേവി. ഞാൻ ദേവിയെ ഇപ്പോൾ തന്നെ സ്വാമിയുടെ അടുക്കൽ കൊണ്ടുപോകാം. ഹേ മാരുതി, ഞാൻ പാതിഭക്തിമുള്ള സ്ത്രീയാണ്. രാക്ഷസന്മാർ ചെയ്ത മാതിരി നീയും ചെയ്യരുത്. അത് സ്വാമിക്ക് അപരാധമാണ്. 1 മാസത്തിനകം എന്നെ കാരാഗ്രഹത്തിൽ നിന്ന് കൊണ്ടുപോയില്ലെങ്കിൽ ഞാൻ മരണത്തെ കണ്ടു. പിന്നെ സ്വാമി എന്നെ തേടി വരേണ്ടതില്ല എന്ന് ചെന്നു പറയൂ. എടാ ദൂതന്മാരെ, ഈ കുരങ്ങിന്റെ വാലിൽ അഗ്നി കൊളുത്തിക്കൊള്ളുക. ജയ് ശ്രീരാം. രാവണന്റെ ലിംഗമൊത്തം ഞാൻ ചുട്ടെരിച്ചു കൊള്ളട്ടെ. ജയ് ശ്രീരാം. ഹേ ഹനുമാൻ. രാമചന്ദ്ര പ്രഭു, ഇനി എല്ലാവർക്കും ലങ്കാരാജ്യത്തിലേക്ക് സീതാന്വേഷണത്തിനായി പുറപ്പെട്ടുകൊള്ളാം. എത്തിച്ചേർന്നു. രാവണപുത്രൻ ഇന്ദ്രജിത്ത് 40 പടകളോട് കൂടി ചേർന്ന് യുദ്ധത്തിന് വരുന്നു.
ചെറുതുമില്ലടാവുനെ നിனைந்து வந்தனுனொக்குயான் இல்லடாமகுன தாழ்மை பேசி உயிரோடு நின்ற விளையாடினார் கல்லடா நெடுமரங்களோ ஒரு கரத்தினின் வழி கடக்குமோ சொல்லடா ஹனும சொல்லடா வரகள் தோழினாய் வரகள் தோழினாய் എടാ പറക്കടാ മരം ചാടി നീണ്ടവാല പൂന്റെ പൊതുക ശൗചശൂന്യ ചട്ടിത്തലയ കത്തിരിക്കാൻ മുഖത്തോനെ നീ വില്ലെടുത്ത് യുദ്ധം ചെയ്യാതെ കല്ലുകളെയും മരങ്ങളെയും എടുത്ത് പരാക്രമം പറഞ്ഞു നിൽക്കാതെ യുദ്ധം ചെയ്യടാ കുരങ്ങേ. എടാ ഇന്ദ്രജിത്തെ വാടാ നീ പൊരുത വല്ലയാകിലട വായടങ്ക ഒരു പേശടാ ഓടനാണോ പടை പോവനോ എട പോക വിട്ടിലതും പോകിലേ കോടികോളരിയ യാഴി പോതുമെട കൊണ്ട മാമിടി മുന്നിൽക്കുമോ വാടമാമതല രൂപ നിൽപ്പനട വണ്ണിരാവണി നിൻ വാഴ്വിടാ എടാ ഇന്ദ്രജിത്തെ കള്ള രാക്ഷസ മധുകുടിയ അച്ഛൻ പെണ്ണും കക്കും മകൻ നുണയും പറയും യുദ്ധം ചെയ്യാൻ ശക്തിയുണ്ടെങ്കിൽ എന്നോടുകൂടി പൊരുതാൻ വാടാ ഇന്ദ്രജിത്തെ. എടാ കുരങ്ങേ ഞാനിത് അസ്ത്രം വരയ്ക്കുന്നു. എടാ എടാ സ്മാർപ്പൈ. എടാ ഇന്ദ്രജിത്തെ നീ തൊടുത്ത അസ്ത്രമല്ല ഇതാ നിന്റെ മുഖത്തേക്ക് ഞാൻ എറിയുന്നു. ഹനുമക്കുരങ്ങ് പോയല്ലോ. എടാ ലക്ഷ്മണ എവിടെ പോയടാ ഇത്രയും നേരം? നമുക്ക് അസ്ത്രം കൊടുത്ത് യുദ്ധം ചെയ്യാം. സൂര്യകളസപ്പൈ. ഇന്ദ്രജിത്തെ ഇതാ നിന്റെ വില്ല് ഞാൻ മുറിക്കുന്നു. ആകട്ടെ പാകല. എടാ എടാ സപ്പേ. ഇന്ദ്രജിത്തല്ലേ മഹാമായം എടുത്തു വരുന്നത്? ദേവാദിക മൂവാദിക കാണത്തക്കതാക ഇതാ ഇന്ദ്രജിത്ത് വധം ചെയ്യുന്നു. ഇന്ദ്രജിത്ത് വധം ചെയ്യുന്നു. എടാ എടാ സപ്പേ. എടാ എടാ സപ്പേ. എൻ മകൻ ഇന്ദ്രജിത്തും മരണപ്പെട്ടു. ഇനി ആരുമേ ഇല്ല. ഞാൻ ഇവിടെ നിന്ന് രാമനോട് കൂടി ഇതാ യുദ്ധത്തിന് പുറപ്പെടാം. மனிதா கேள் முதல் போரில் வந்தது மலைந்து ராவணன் மயங்கினான் இனியும் அப்படி அப்பனுண்டுயத்தின் இசைந்தனே இறுதி வென்றிருவழுத்தரும் கடைகள் முன்பு நின்றுடல் குடிக்கவே ஜனனமின்றொடு நிறுவி வாழ்வனது சத்தியம் சௌரியத்தினார். ഹേ രാമ രാഘവ ഇത് രാമരാവണ യുദ്ധമാണ്. ഈ യുദ്ധം കാണാൻ ദേവന്മാർ, ഋഷീശ്വരന്മാർ, ആകാശവാസികൾ, ഭൂലോകവാസികൾ, ലോകവാസികൾ, പാതാളവാസികൾ എല്ലാവരും വന്നിരിക്കുന്നത് കണ്ടില്ലേ? നമുക്ക് മുന്നേ ഭൂലോക യുദ്ധം ചെയ്യാം. അമ്പടുത്താൻ ഇനി ആകാശ യുദ്ധം, പാതാള യുദ്ധം. രാമ രാഘവ ഇനി ആകാശം, ഭൂലോകം, പാതാളം സകലയിടത്തും ഓടി ഓടി നമുക്ക് യുദ്ധം ചെയ്യാം. നിന്റെ കയ്യിലിരിക്കുന്ന വില്ലൻ ഞാൻ മുറിക്കുന്നു. എടാ എടാ ദേവാദികൾ മൂവാദികൾ കാണും സാക്ഷിയാകെ ലോകോപദ്രവകാരിയാകിയ രാവണവധം ചെയ്യുന്നു. രാവണവധം ചെയ്യുന്നു. രാവണവധം ചെയ്യുന്നു. എടാ എടാ സ്മാപ്പൈ.
பொழுதிலும் ராமா நின்பேர் தினத்திலும் ராமா நின்பேர் மனத்துளை பீழ நாடி வல்வினை வாரபோது குணத்துளாய் மாலை மார்பான் பாதம் யான் கூர்மே. ഇനി എല്ലാ പേരുകളും അയോധ്യ രാജ്യത്തേക്ക് പ്രയാണം ചെയ്യാം. അയോധ്യ രാജ്യം ഇതോ എത്തിച്ചേർന്നിരിക്കുന്നു. ഹേ മന്ത്രി സുമന്ദ്ര, നാളെ സൂര്യോദയം ശ്രീ രാമസ്വാമിക്ക് പട്ടാഭിഷേകം എന്ന് വേഗം മുഴങ്ങട്ടെ. ഹേ രാമ, സൂര്യോദയ ശുഭമുഹൂർത്തത്തിൽ വസിഷ്ഠ ഗുരുവായ ഞാൻ നിനക്ക് കിരീടാധികാരം നടത്തിക്കൊള്ളുന്നു. ശ്രീ രാമസ്വാമി അയോധ്യ രാജ്യത്തിലെ 1ാം രാജാവായിരിക്കട്ടെ. ശ്രീ രാമസ്വാമി അയോധ്യ രാജ്യത്തിലെ 1ാം രാജാവായിരിക്കട്ടെ. സീതാദേവി പട്ടത്തരശിയായിരിക്കട്ടെ. സീതാദേവി പട്ടത്തരശിയായിരിക്കട്ടെ. ഭരതൻ 2ാം രാജാവായിരിക്കട്ടെ. ഭരതൻ 2ാം രാജാവായിരിക്കട്ടെ. ലക്ഷ്മണൻ 3ാം രാജാവായിരിക്കട്ടെ. ലക്ഷ്മണൻ 3ാം രാജാവായിരിക്കട്ടെ. ശത്രുഘ്നൻ 4ാം രാജാവായിരിക്കട്ടെ. ശത്രുഘ്നൻ 4ാം രാജാവായിരിക്കട്ടെ. ഈ ദേശവാസികളെല്ലാം അയോധ്യ നിവാസികളെ പോലെ സുഖമായി വാഴ്ന്നിരിക്കട്ടെ. ശരണം ശരണം ഗുരുദേവ. ഈ ശുഭമുഹൂർത്തത്തിൽ എന്നെ കിരീടം ധരിപ്പിച്ച അങ്ങ് എന്റെ ദക്ഷിണ സ്വീകരിച്ചാലും ഗുരുദേവ. ഹേ രാമ രാഘവ, 60,000 സംവത്സരം രാജ്യം ഭരിച്ച ദശരഥ മഹാരാജാവിന്റെ അനന്തര അവകാശിയാണ് നീ. സാക്ഷാൽ നാരായണ സ്വാമി വൈകുണ്ഠത്തിൽ ഇരുന്ന് മനുഷ്യനായി രാമനായി അവതരിക്കുമെന്ന് കരുതിയാണ് ഞാൻ ഈ സൂര്യവംശത്തിൽ ഗുരുവായി വന്നത്. നീ വൈകുണ്ഠാധിപതിയാണ്, സാക്ഷാൽ നാരായണ സ്വാമിയുടെ അവതാരമാണ്. നിന്റെ കയ്യിൽ നിന്നും ദക്ഷിണ വാങ്ങാൻ ഞാൻ അർഹനല്ല. എന്നാലും ലോകത്തിൽ ഗുരുവും ശിഷ്യനും എന്നതായ ബന്ധം നിലനിർത്തുവാനായി ഞാനിതാ ദക്ഷിണ സ്വീകരിച്ചു കൊള്ളുന്നു. രാമ, നീ സുഖി ഭവാൻ, ആയുഷ്മാൻ ഭവാൻ, കേട്ടയോ രാഘവ. ഈ മന്ത്രി സുമന്ദ്ര, ഉത്തമ സ്ത്രീകളെ വിളിച്ച് മംഗളനാട്യം നടത്തിക്കൊള്ളു. ഈ തോൽപ്പാവക്കൂത്ത് ഇന്നിവിടെ വേദിയിൽ അവതരിപ്പിക്കുന്നത് പാട്ടു താലപ്പൊലി മഹോത്സവം പള്ളുരുത്തി അഴകിയകാവ് ഭഗവതി ക്ഷേത്രത്തിലെ പാട്ടുതാലപ്പൊലി മഹോത്സവത്തോടനുബന്ധിച്ച് തോൽപ്പാവക്കൂത്ത് അവതരിപ്പിക്കുവാൻ വേദി ഒരുക്കിയതിന്റെ സംഘാടകർ, ഇതിന്റെ ഭാരവാഹികൾ, ഈ പാവക്കൂത്തിന് വേണ്ടി ഇതിന് വേദി ഒരുക്കിയ എല്ലാ സംഘാടകർക്കും, കൂടാതെ ഇത് സമർപ്പണമായി ചെയ്ത ഇതിന്റെ സ്പോൺസർ ഭാരവാഹികൾക്കും, ഈ എല്ലാ പാവക്കൂത്ത് കണ്ടുകൊണ്ടിരിക്കുന്ന അഴകിയകാവ് ഭഗവതി ക്ഷേത്രത്തിലെ എല്ലാ നല്ല ഭക്തമനസ്സുകൾക്കും ആയുസ്സും ആരോഗ്യവും സമ്പത്തും സമൃദ്ധിയും എല്ലാവിധമായ സൗഭാഗ്യങ്ങളും ഉണ്ടാവട്ടെ. ഇനിയും ഈ ക്ഷേത്രത്തിന്റെ ചൈതന്യം ലോകാലോകമെങ്ങും അറിയപ്പെടട്ടെ എന്ന് മാത്രം പ്രാർത്ഥിച്ചുകൊണ്ട് മംഗളം പാടി സമ്മാനം വാങ്ങി അരങ്ങിൽ നിന്നും അണിയറിയിലേക്ക് മടങ്ങിക്കൊള്ളാം. അങ്ങനെ ആവട്ടെ. പള്ളുരുത്തി അഴകിയകാവ് ഭഗവതി ക്ഷേത്രത്തിലെ പാട്ടുതാലപ്പൊലി മഹോത്സവമനുബന്ധിച്ച് വള്ളുവനാടിൻ്റെ തനത് ആചാര അനുഷ്ഠാന കലാരൂപമായ മനുഷ്യൻ എന്ന് നേരിൽ കണ്ടുപിടിച്ചു അത്രയും വർഷം പഴക്കമുള്ള ലോകത്തിലെ തന്നെ ആദിമ ദൃശ്യകലാരൂപം എന്ന് വിശേഷിപ്പിക്കാവുന്ന ഈ ഒരു പുരാണ ദൃശ്യകലാ